എൻ്റെ പേര് സുധി. ഞാനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷനിലായിരുന്നു എൻ്റെ വണ്ടി കിടന്നിരുന്നത്. ഇരിങ്ങാലക്കുട ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് സ്റ്റേഷൻ. പകൽ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടാകും. വണ്ടികൾക്ക് ഓട്ടം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ രാത്രിയായാൽ കഥ മാറും. 8:30 കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ എണ്ണം കുറയും. കടകളൊക്കെ അടയ്ക്കും. സ്റ്റേഷന് മുന്നിലെ റോഡിൽ ഇരുട്ട് വീഴും. 9 മണി കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഓട്ടോകൾ മാത്രം ബാക്കിയാകും. ഞാനും പിന്നെ വേലായുധൻ ചേട്ടനുമാണ് മിക്കവാറും അവസാനം വരെ ഉണ്ടാവുക. എനിക്ക് വീട്ടിൽ വലിയ തിരക്കുകളില്ല. അച്ഛനും അമ്മയും നേരത്തെ മരണപ്പെട്ടു. ഒരു ചെറിയ വാടക വീട്ടിലാണ് താമസം. അതുകൊണ്ട് കുറച്ചു നേരം കൂടി കിടന്നാൽ ഒരോട്ടം കിട്ടിയാലോ എന്ന ചിന്തയായിരുന്നു എനിക്ക്. പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ല. ആ വണ്ടിയിൽ അങ്ങനെ ഇരിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. FM റേഡിയോ പതുക്കെ വയ്ക്കും. ചിലപ്പോൾ പഴയ പാട്ട് കേൾക്കാം. അതൊരു സുഖമാണ്. രാത്രി 10:30 എറണാകുളത്ത് നിന്നുള്ള പാസഞ്ചർ വരും. ഷൊർണൂരിലേക്കുള്ള വണ്ടിയാണ്. അത് വന്നുപോയാൽ പിന്നെ സ്റ്റാൻഡിൽ കിടന്നിട്ട് വലിയ കാര്യമില്ല. ആ വണ്ടിക്ക് സ്ഥിരമായി വരുന്ന ചിലരുണ്ട്. മിക്കവരും സ്വന്തം വണ്ടികളിൽ പോകും. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഓട്ടോ വേണ്ടി വരാറുള്ളൂ. വേലായുധൻ ചേട്ടൻ ചിലപ്പോൾ ആ പാസഞ്ചറിന് ആളെ കിട്ടിയാൽ പോകും, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകും. ഞാൻ ചില ദിവസങ്ങളിൽ 11 മണിവരെ കിടക്കും. രാത്രി റെയിൽവേ സ്റ്റേഷനിലെ മഞ്ഞ വെളിച്ചം നോക്കിയിരിക്കാൻ നല്ല രസമാണ്. വല്ലപ്പോഴും ഗുഡ്സ് വണ്ടികൾ വലിയ ശബ്ദത്തോടെ കടന്നുപോകും. അപ്പോൾ ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നും. എൻ്റെ വണ്ടി ബജാജിൻ്റെ ഒരു പഴയ 4 സ്ട്രോക്ക് ഓട്ടോയാണ്. അതിൻ്റെ റെക്സിൻ സീറ്റിന് ഒരു പ്രത്യേക മണമുണ്ട്. ആ മണം എനിക്ക് പരിചിതമാണ്. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. സാധാരണ പോലെ ഞാൻ വണ്ടിയിലിരിക്കുകയായിരുന്നു. 10:30 പാസഞ്ചർ വന്നു. വലിയ തിരക്കില്ലാത്ത ട്രെയിനാണ്. ചില കമ്പാർട്ട്മെൻറ്റുകളിൽ ആരും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ നിർത്തിയപ്പോൾ കുറച്ചു പേർ ഇറങ്ങി നടന്നു വന്നു. മിക്കവരും സ്ഥിരം യാത്രക്കാരാണ്. അവർ അവരുടെ വഴിക്ക് പോയി. പ്ലാറ്റ്ഫോം പതിയെ ശൂന്യമായി. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് സ്റ്റേഷൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി അവൾ വന്നത്. ഒരു സാധാരണ പെൺകുട്ടി. കണ്ടാൽ ഒരു 25 അല്ലെങ്കിൽ 26 വയസ്സ് തോന്നിക്കും. ഇളം നീല നിറമുള്ള ഒരു ചുരിദാറായിരുന്നു വേഷം. തോളിൽ കറുത്ത നിറമുള്ള ഒരു വലിയ സഞ്ചിയുണ്ട്. ജോലി കഴിഞ്ഞു വരുന്ന ഏതോ കുട്ടിയാണെന്ന് ഞാൻ കരുതി. അവൾ നേരെ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. ഓട്ടം പോവുമോ? അവൾ ചോദിച്ചു. വളരെ നേർത്ത ശബ്ദം. പോവാം. എങ്ങോട്ടാ? ഞാൻ ചോദിച്ചു. ആളൂർ റോഡിൽ, ആ വലിയ ആൽമരമുള്ള വളവിലെ വീട്, അവൾ പറഞ്ഞു. ഞാൻ വണ്ടിയുടെ മീറ്റർ താഴ്ത്തി. അവൾ പിൻസീറ്റിൽ കയറിയിരുന്നു. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. സ്റ്റേഷൻ പിന്നിട്ടപ്പോൾ റോഡിൽ നല്ല ഇരുട്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്തുന്നില്ല. റോഡിൻ്റെ ഇരുവശത്തും ഒഴിഞ്ഞ പറമ്പുകളാണ്. രാത്രിയിലെ തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ ശബ്ദം മാത്രം ആ നിശബ്ദതയെ മുറിച്ചു. ഞാൻ റിയർവ്യൂ മിററിലൂടെ വെറുതെ ഒന്ന് നോക്കി. അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. കാറ്റിൽ അവളുടെ മുടി പാറി പറക്കുന്നുണ്ടായിരുന്നു. യാതൊരു അസ്വാഭാവികതയും എനിക്ക് തോന്നിയില്ല. തികച്ചും സാധാരണമായ ഒരു രാത്രി യാത്ര. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആളൂർ റോഡിലെ ആ വളവെത്തി. അവിടെ വലിയൊരു ആൽമരമുണ്ട്. പകൽ സമയത്ത് പോലും അവിടെ നല്ല തണുപ്പാണ്. ആ ആൽമരത്തിന് തൊട്ടടുത്തായി ഒരു വലിയ വീടുണ്ട്. പഴയ തറവാട് പോലത്തെ വീട്. ചുറ്റും വലിയ മതിലാണ്. മുൻവശത്ത് വലിയൊരു ഇരുമ്പ് ഗേറ്റുണ്ട്. ഇവിടെ നിർത്താം, അവൾ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി. അവൾ ഇറങ്ങി. സഞ്ചിയിൽ നിന്ന് പേഴ്സ് എടുത്തു. കൃത്യം 60 രൂപ അവൾ എനിക്ക് നേരെ നീട്ടി. ഒരു 50 രൂപയുടെ നോട്ടും 10 രൂപയുടെ നാണയവും. ഞാനത് വാങ്ങി. എൻ്റെ കയ്യിൽ അവളുടെ വിരലുകൾ തൊട്ടു. നല്ല തണുപ്പുള്ള വിരലുകൾ. രാത്രിയിലെ കാറ്റുകൊണ്ടാകാമെന്ന് ഞാൻ കരുതി. ശരി, ഞാൻ പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. തിരിഞ്ഞ് ആ വലിയ ഗേറ്റിനടുത്തേക്ക് നടന്നു. ഞാൻ വണ്ടി തിരിച്ചു. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസവും ഞാൻ പതിവ് പോലെ സ്റ്റാൻഡിലെത്തി. രാത്രി 10:30 പാസഞ്ചർ വന്നു. തലേ ദിവസത്തെ അതേ സമയത്ത് അവൾ വീണ്ടും വന്നു. ഇത്തവണ ഇളം മഞ്ഞ ചുരിദാറായിരുന്നു. അതേ കറുത്ത സഞ്ചി. ആളൂർ റോഡിൽ, അവൾ പറഞ്ഞു. ഞാൻ വണ്ടിയെടുത്തു. ഇന്നലെ പോയ അതേ വഴി, അതേ വേഗത. അവൾ ഇന്നും പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ പാട്ട് വെച്ചിരുന്നില്ല. വണ്ടിയുടെ ശബ്ദം മാത്രം.
എനിക്ക് അവളോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു. എവിടെയാണ് ജോലി, സ്ഥിരമായി ഈ സമയത്താണോ വരുന്നത് എന്നൊക്കെ. പക്ഷേ അവളുടെ മുഖത്ത് സംസാരത്തിനുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ക്ഷീണം ആ മുഖത്തുണ്ടായിരുന്നു. ആളൂർ റോഡിലെ ആൽമരത്തിനടുത്ത് വണ്ടി നിർത്തി. അവൾ ഇറങ്ങി. ഇന്നും കൃത്യം 60 രൂപ തന്നു. ഒരു 50-ൻ്റെ നോട്ടും 2 5-ൻ്റെ നാണയങ്ങളും. അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുന്നതുവരെ ഞാൻ നോക്കി നിന്നു. പിന്നെ വണ്ടിയെടുത്തു. അങ്ങനെ അതൊരു പതിവായി മാറി. അടുത്ത 5 ദിവസവും അവൾ ആ വണ്ടിയിൽ വന്നു. എനിക്കതൊരു ശീലമായി. അവൾ വരും, കയറും, ഞാൻ വണ്ടിയെടുക്കും, ആൽമരത്തിനടുത്ത് ഇറക്കും. അവൾ 60 രൂപ തരും, പോകും. ഒരു ദിവസം പോലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. ഒരു ദിവസം ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവളൊരു ചെറിയ കുട ചൂടിയാണ് വന്നത്. വണ്ടിയിൽ കയറിയപ്പോൾ കുട മടക്കി സഞ്ചിയിൽ വെച്ചു. അവളുടെ മുടിയിൽ വെള്ളത്തുള്ളികളുണ്ടായിരുന്നു. വണ്ടിക്കുള്ളിൽ ആ സമയത്ത് ചെറിയൊരു സോപ്പിൻ്റെ മണമടിച്ചു. വളരെ സാധാരണമായൊരു മണം. അവൾ ആ വീട്ടിലെ താമസക്കാരിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. പകൽ സമയത്ത് ഞാൻ ആ വഴിയൊന്നും പോകാറില്ല. അതുകൊണ്ട് ആ വീടിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയുമായിരുന്നില്ല. 7-ാമത്തെ ദിവസം, അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ചകളിൽ ഞാൻ ഉച്ചവരെ മാത്രമേ ഓടാറുള്ളൂ. ഉച്ച കഴിഞ്ഞ് വണ്ടി പണിക്ക് കയറ്റും. വണ്ടി കഴുകി വൃത്തിയാക്കി വൈകുന്നേരം സ്റ്റാൻഡിൽ കൊണ്ടിടും. അന്നുച്ചയ്ക്ക് ഞാൻ സ്റ്റാൻഡിനടുത്തുള്ള ബാബുവേട്ടൻ്റെ ചായക്കടയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ എപ്പോഴും ഡ്രൈവർമാരുടെ വലിയൊരു കൂട്ടമുണ്ടാകും. നാട്ടുവിശേഷങ്ങളും രാഷ്ട്രീയവുമൊക്കെ അവിടെ ചർച്ച ചെയ്യും. ഞാൻ വെറുതെ ഒരു ചായയും കുടിച്ച് അവരുടെ സംസാരം കേട്ടിരുന്നു. വേലായുധൻ ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബീഡി കത്തിച്ച് പുകയൂതി എന്നോട് ചോദിച്ചു, എടാ സുധി, നീ ഇപ്പോൾ രാത്രി വൈകിയും ഓടുന്നുണ്ടല്ലോ. ഇന്നലെ 10:45 കഴിഞ്ഞ് നിൻ്റെ വണ്ടി ആളൂർ റോഡിലേക്ക് പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഞാൻ ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. അതെ ചേട്ടാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്കൊരു സ്ഥിരം ഓട്ടമുണ്ട്. 10:30 പാസഞ്ചറിന് വരുന്ന ഒരു കുട്ടിയാണ്. ആളൂർ റോഡിലെ വീട്. ഞാൻ പറഞ്ഞു. ആളൂർ റോഡിലോ? ഏത് വീട്? അവിടെ അങ്ങനെ സ്ഥിരം വരുന്ന പെൺകുട്ടികളൊന്നുമില്ലല്ലോ. വേലായുധൻ ചേട്ടൻ നെറ്റി ചുളിച്ചു. ഉണ്ട് ചേട്ടാ, ആ വലിയ ആൽമരമില്ലേ, ആ വളവിലുള്ള വലിയ വീട്, അവിടെയാണ് ആ കുട്ടി ഇറങ്ങുന്നത്. ഞാൻ വളരെ നിസ്സാരമായി പറഞ്ഞു. പെട്ടെന്ന് ചായക്കടയിലൊരു നിശബ്ദതയുണ്ടായി. അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാവരും സംസാരം നിർത്തി എന്നെ നോക്കി. ബാബുവേട്ടൻ ചായ അടിക്കുന്നത് പോലും നിർത്തി. വേലായുധൻ ചേട്ടൻ്റെ മുഖത്തെ ഭാവം മാറി. അദ്ദേഹം ബീഡി താഴെയിട്ട് ചവിട്ടിക്കെടുത്തി. നീ എന്തായി പറയുന്നത് സുധി? വേലായുധൻ ചേട്ടൻ്റെ ശബ്ദം ഗൗരവമുള്ളതായി. ഏതു വലിയ വീട്? ആ ഇരുമ്പ് ഗേറ്റുള്ള പഴയ വീടോ? അതെ, അവിടെ തന്നെ. എന്തുപറ്റി? എനിക്കൊന്നും മനസ്സിലായില്ല. എടാ സുധി, വേലായുധൻ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. ആ വീട് കൂട്ടിയിട്ട് വർഷങ്ങളായി. 10-15 വർഷമായി കാണും. അതിൻ്റെ ഉടമസ്ഥരാരും ഇവിടെയില്ല. അവർ മദ്രാസിലാണ്. അവിടെ ആരും താമസിക്കുന്നില്ല. ഞാൻ ചിരിച്ചു. ചേട്ടൻ എന്താ തമാശ പറയുകയാണോ? കഴിഞ്ഞ ഒരാഴ്ചയായി ദിവസവും ആ കുട്ടിയെ അവിടെയാണ് കൊണ്ടാക്കുന്നത്. ആ കുട്ടി ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല. വേലായുധൻ ചേട്ടൻ തീർത്തു പറഞ്ഞു. നീ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോയി നോക്ക്. ആ ഗേറ്റിൽ വലിയൊരു താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. അത് തുറന്നിട്ട് വർഷങ്ങളായി. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ വണ്ടിയിൽ കയറിയത് ഒരു മനുഷ്യ സ്ത്രീയാണ്. അവൾ പൈസ തന്നു. അവളുടെ വിരലുകൾ എൻ്റെ കയ്യിൽ തൊട്ടിട്ടുണ്ട്. മഴ നനഞ്ഞപ്പോൾ സോപ്പിൻ്റെ മണം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കള്ളമാകും? ഡ്രൈവർമാർ എന്നെ കളിയാക്കുകയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ അവരുടെ മുഖത്ത് ഒരു ചിരിയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വല്ലാത്തൊരു നോട്ടമാണ് എന്നെ നോക്കുന്നത്. എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഞാൻ ചായയുടെ പൈസ കൊടുത്തിട്ട് വേഗം പുറത്തിറങ്ങി. എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ആളൂർ റോഡിലേക്ക് വിട്ടു. എനിക്ക് സത്യം അറിയണമായിരുന്നു. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ. പകൽ വെളിച്ചത്തിൽ ആ വീട് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വണ്ടി ആ വളവിലെ ആൽമരത്തിനടുത്തെത്തി. ഞാൻ വണ്ടി നിർത്തി പുറത്തിറങ്ങി. പകൽ സമയത്ത് അവിടെ വെളിച്ചമുണ്ട്. പക്ഷെ ആ വീടിന് ചുറ്റും വലിയ മരങ്ങളായതുകൊണ്ട് ഒരു ഇരുൾ മൂടിയ അന്തരീക്ഷമാണ്. ഞാൻ ആ ഇരുമ്പ് ഗേറ്റിനടുത്തേക്ക് നടന്നു. എൻ്റെ ചങ്കൊന്നു പിടഞ്ഞു. വേലായുധൻ ചേട്ടൻ പറഞ്ഞത് സത്യമായിരുന്നു.
ആ വലിയ ഇരുമ്പ് ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. അതിൽ വലിയൊരു ഇരുമ്പ് താഴ് ഇട്ടിട്ടുണ്ട്. ആ താഴിൽ മുഴുവൻ തുരുമ്പാണ്. ഒരുപാട് കാലമായി അത് തുറന്നിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഗേറ്റിൻ്റെ കമ്പികളിലൂടെ വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറിയിട്ടുണ്ട്. ആരെങ്കിലും ദിവസവും ആ ഗേറ്റ് തുറക്കുന്നുണ്ടെങ്കിൽ ഈ വള്ളികൾ അവിടെ ഉണ്ടാകില്ല. ഞാൻ ഗേറ്റിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. മുറ്റം മുഴുവൻ കരിയിലകൾ നിറഞ്ഞു കിടക്കുന്നു. പുല്ല് കാട് പിടിച്ച് കിടക്കുന്നു. ഒരാൾ നടന്നതിൻ്റെ യാതൊരു പാടും ആ മണ്ണിലില്ല. വീടിൻ്റെ മുൻവാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ജനലുകൾക്കും പൂട്ടുണ്ട്. അവിടെ ഒരു മനുഷ്യൻ്റെ വാസമില്ല എന്ന് വ്യക്തമാണ്. എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ മെല്ലെ പിന്നോട്ട് മാറി. വണ്ടിയിൽ വന്നിരുന്ന് ഹാൻഡിലിൽ തല വെച്ചു. അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ വണ്ടിയിൽ കയറിയത് ആരാണ്? ആരെയാണ് ഞാനിവിടെ ഇറക്കിയിരുന്നത്? എന്നെ ആരെങ്കിലും പറ്റിക്കുകയാണോ? അതോ എൻ്റെ തോന്നലാണോ? അല്ല, കൃത്യമായി 60 രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. യഥാർത്ഥ നോട്ടുകൾ, നാണയങ്ങൾ. ഞാൻ പോക്കറ്റിൽ തപ്പി നോക്കി. ആ പൈസ അതിലുണ്ട്. അത് സത്യമാണ്. വിയർപ്പെൻ്റെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങി. ഞാൻ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നും വേഗം തിരികെ സ്റ്റാൻഡിലേക്ക് തന്നെ പോയി. ആരോടും ഒന്നും പറഞ്ഞില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ ആ പെൺകുട്ടിയുടെ മുഖമായിരുന്നു. തികച്ചും സാധാരണക്കാരിയായ ഒരുവൾ. അവൾക്കൊരു പ്രേതത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ലായിരുന്നു. സിനിമയിൽ കാണുന്നത് പോലെ വെളുത്ത സാരിയോ ഭയപ്പെടുത്തുന്ന മുഖമോ ഒന്നുമില്ല. സാധാരണ ചുരിദാറിട്ട തോളിലൊരു സഞ്ചിയുള്ള ഒരു സാധു പെൺകുട്ടി. അന്ന് വൈകുന്നേരം ഞാൻ വണ്ടി ഓടിച്ചില്ല. വീട്ടിൽ പോയി കിടന്നു. ഉറക്കം വന്നില്ല. പല പല ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി. ഇന്നവൾ വരുമോ? വന്നാൽ ഞാൻ എന്തു ചെയ്യും? വണ്ടി എടുക്കണോ? വേണ്ട, വണ്ടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ ഉള്ളിലെ പേടിയേക്കാൾ എനിക്കൊരു കൗതുകമായിരുന്നു. അവൾ ആരാണ്? അവൾക്ക് എന്താണ് വേണ്ടത്? എന്തിനാണ് ആ ഒഴിഞ്ഞ വീട്ടിലേക്ക് അവൾ എന്നും പോകുന്നത്? ആരുമില്ലാത്ത ആ വീട്ടിൽ അവൾ എന്തു ചെയ്യാനാണ്? ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാൻ പതിയെ എഴുന്നേറ്റു. മുഖം കഴുകി ഷർട്ടിട്ടു. എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു അദൃശ്യമായ ശക്തി എന്നെ അങ്ങോട്ടേക്ക് വലിക്കുന്നത് പോലെ തോന്നി. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ സ്റ്റാൻഡിലേക്ക് തന്നെ പോയി. സ്റ്റാൻഡിലെത്തിയപ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. മിക്ക വണ്ടികളും പോയി കഴിഞ്ഞു. വേലായുധൻ ചേട്ടൻ്റെ വണ്ടി അവിടെ തന്നെയുണ്ട്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നു. എന്താ സുധി, നീ പോയി നോക്കിയോ? അദ്ദേഹം ചോദിച്ചു. നോക്കി ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് സത്യമാ. അവിടെ ആരുമില്ല. ഞാൻ പതുക്കെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, നീ ഇനി രാത്രി ആ വണ്ടിക്കും കാത്തു നിൽക്കണ്ട. വേഗം വീട്ടിൽ പോയി കിടക്കാൻ നോക്ക്. അതാണ് നല്ലത്. വേലായുധൻ ചേട്ടൻ ഉപദേശിച്ചു. ഇല്ല ചേട്ടാ, ഞാനിപ്പോൾ പോകും. വെറുതെ ഒന്ന് വന്നതാ. ഞാൻ കള്ളം പറഞ്ഞു. 10 വേലായുധൻ ചേട്ടൻ വണ്ടിയെടുത്തു പോയി. ഞാൻ മാത്രം സ്റ്റാൻഡിൽ ബാക്കിയായി. എൻ്റെ കണ്ണുകൾ സ്റ്റേഷൻ്റെ ഗേറ്റിലേക്കായിരുന്നു. ട്രെയിനിൻ്റെ ചൂളം വിളി കേൾക്കാൻ ഞാൻ കാതോർത്തു. സമയം 10:25. ദൂരെ ഒരു ചൂളം വിളി കേട്ടു. പാസഞ്ചർ വരികയാണ്. എൻ്റെ നെഞ്ചിൽ ഒരു വലിയ ഡ്രം അടിക്കുന്നത് പോലെ തോന്നി. സ്റ്റേഷനിലെ വെളിച്ചമൊന്ന് മങ്ങി പ്രകാശിച്ചു. വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് വന്നു നിന്നു. വലിയ ശബ്ദത്തോടെ എഞ്ചിൻ്റെ ഇരമ്പൽ. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു. കുറച്ചു പേർ ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ കണ്ണുകൾ ആ കൂട്ടത്തിൽ പരതി. എനിക്കറിയാം അവൾ വരുമെന്ന്. അതെ, വരുന്നുണ്ട്. ആൾക്കൂട്ടത്തിന് പുറകിലായി അവൾ നടന്നു വരുന്നു. ഇന്ന് ഇളം പച്ച ചുരിദാറാണ് വേഷം. മുഖത്ത് അതേ ഭാവം. യാതൊരു മാറ്റവുമില്ല. അവൾ നേരെ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വന്നു. എൻ്റെ കൈയും കാലും മരവിക്കുന്നത് പോലെ തോന്നി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അവൾ എൻ്റെ അരികിലെത്തി. അവൾ എന്നെ നോക്കി. ആ കണ്ണുകളിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. തികച്ചും സാധാരണമായ മനുഷ്യൻ്റെ കണ്ണുകൾ. പോകാം, അവൾ ചോദിച്ചു. ഞാൻ യാന്ത്രികമായി തലയാട്ടി. അവൾ പിൻസീറ്റിൽ കയറിയിരുന്നു. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. എൻ്റെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗിയർ മാറ്റാൻ പോലും ഞാൻ പാടുപെട്ടു. വണ്ടി റോഡിലേക്കിറങ്ങി. ഇരുട്ടു വീണ റോഡിലൂടെ വണ്ടി ഓടുമ്പോൾ ഞാൻ കണ്ണാടിയിലൂടെ അവളെ നോക്കി. അവൾ പതിവ് പോലെ സഞ്ചി മടിയിൽ വെച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എൻ്റെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു. എനിക്ക് അവളോട് ചോദിക്കണം,
ആ അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ നീ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് നീ ആരാണെന്ന് ചോദിക്കണം. പക്ഷേ എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഭയം എൻ്റെ തൊണ്ടയെ വരിഞ്ഞു മുറുകിയിരുന്നു. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. റോഡിൽ വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. തെരുവ് വിളക്കുകൾ പലതും കണ്ണടച്ച് കിടന്നു. എൻ്റെ ഓട്ടോയുടെ മഞ്ഞ വെളിച്ചം മാത്രം റോഡിൽ വീണ് കിടന്നു. വണ്ടിയുടെ ശബ്ദം എനിക്ക് വളരെ ഉച്ചത്തിൽ കേൾക്കുന്നത് പോലെ. കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവളുടെ മുടിയിഴകൾ പറക്കുന്നത് ഞാൻ കണ്ണാടിയിലൂടെ കണ്ടു. അവൾ ഇടയ്ക്കിടെ അവളുടെ ഫോൺ എടുത്തു നോക്കുന്നുണ്ടായിരുന്നു. ഫോണിൻ്റെ സ്ക്രീനിലെ വെളിച്ചം അവളുടെ മുഖത്ത് വീണു. ആ വെളിച്ചത്തിൽ ഞാൻ അവളുടെ മുഖം വ്യക്തമായി കണ്ടു. ക്ഷീണിച്ച ഒരു സാധാരണ പെൺകുട്ടി. കണ്ണുകൾക്ക് താഴെ ചെറിയ കറുപ്പ് നിറമുണ്ട്. അധ്വാനിക്കുന്ന ഒരുവളുടെ ലക്ഷണങ്ങൾ. അവൾ ശ്വാസമെടുക്കുന്നത് എനിക്ക് കേൾക്കാം. വണ്ടി കുഴികളിൽ വീഴുമ്പോൾ അവൾ ചെറുതായി ഇളകുന്നുണ്ട്. എല്ലാം വളരെ യാഥാർത്ഥ്യമാണ്. ജീവനുള്ള ഒരു മനുഷ്യൻ. ആളൂർ റോഡിലെ വളവെത്തി. ആ വലിയ ആൽമരം ഇരുട്ടിലൊരു ഭീകരരൂപിയെപ്പോലെ നിന്നു. അതിൻ്റെ ചില്ലകൾ കാറ്റിൽ ഇളകുന്നുണ്ടായിരുന്നു. ഞാൻ വണ്ടി അതിൻ്റെ ചുവട്ടിൽ നിർത്തി. എൻ്റെ ശ്വാസം നിലച്ചുപോയിരുന്നു. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവൾ സഞ്ചി തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പേഴ്സ് എടുക്കുകയാണ്. അവൾ എന്നെ വിളിച്ചു. ഞാൻ പതിയെ തിരിഞ്ഞു. അവൾ 60 രൂപ നീട്ടി. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പൈസ വാങ്ങി. ഇന്നും അവളുടെ വിരലുകൾ എൻ്റെ കയ്യിൽ തൊട്ടു. നേരിയ ചൂടുള്ള വിരലുകൾ. തണുപ്പില്ല. ഞാൻ പൈസ പോക്കറ്റിലിട്ടു. അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. ഞാൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. അവൾ ആ ഗേറ്റിനടുത്തേക്ക് നടന്നു. പകൽ ഞാൻ കണ്ട ആ തുരുമ്പിച്ച വലിയ ഇരുമ്പ് താഴ് അവിടെ തന്നെയുണ്ട്. വള്ളിപ്പടർപ്പുകൾ ഗേറ്റിൽ ചുറ്റി പിണഞ്ഞു കിടപ്പുണ്ട്. അവൾ ഗേറ്റിനടുത്തേക്ക് എത്തി. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു. അവൾ ആ ഗേറ്റിൽ വെറുതെ ഒന്ന് കൈവച്ചു. യാതൊരു ശബ്ദവുമില്ലാതെ ആ ഗേറ്റ് അവൾക്കായി തുറന്നു. തുരുമ്പിച്ച താഴ് താഴേക്ക് വീഴുകയോ പൂട്ടഴിയുകയോ ചെയ്തില്ല. വള്ളിപ്പടർപ്പുകൾക്ക് യാതൊരനക്കവുമില്ല. പക്ഷെ ഗേറ്റ് തുറന്നു. അവൾ ഉള്ളിലേക്ക് നടന്നു കയറി. മുറ്റത്തെ ഇരുട്ടിലേക്ക് അവൾ നടന്നു മറഞ്ഞു. തുറന്ന ഗേറ്റ് അതേപോലെ നിശബ്ദമായി അടഞ്ഞു. ഞാൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒന്നുകൂടി തെളിച്ചു. വെളിച്ചം ആ ഗേറ്റിൽ വീണു. എൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. ഗേറ്റ് തുറന്നിട്ടേയില്ല. ആ വലിയ ഇരുമ്പ് താഴ് അപ്പോഴും അവിടെ ഭദ്രമായി അടഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിലെ തുരുമ്പുകൾക്ക് പോലും ഒരു മാറ്റവുമില്ല. ചുറ്റിപ്പിണഞ്ഞ വള്ളികൾ അങ്ങനെ തന്നെയുണ്ട്. എൻ്റെ ശരീരത്തിലെ രക്തം മുഴുവൻ തണുത്തുറയുന്നതുപോലെ തോന്നി. എനിക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയിലേക്ക് ഞാൻ നോക്കി. 60 രൂപ. ഞാൻ വിയർത്തു കുളിച്ചിരുന്നു. കാലുകൾക്ക് യാതൊരു സ്വാധീനവുമില്ലാത്തതുപോലെ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഗിയർ ഇട്ടു. ആക്സിലേറ്റർ പരമാവധി കൊടുത്തു. വണ്ടി ഒരു അലർച്ചയോടെ മുന്നോട്ട് കുതിച്ചു. പിന്നിലേക്ക് നോക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഇരുട്ടിലൂടെ വണ്ടി പാഞ്ഞു. റോഡിലെ കുഴികളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു ചിന്ത. വീട്ടിലെത്തി വണ്ടി മുറ്റത്ത് നിർത്തി ഞാൻ ഓടി അകത്ത് കയറി. വാതിലടച്ച് കുറ്റിയിട്ടു. കിതച്ചുകൊണ്ട് നിലത്ത് വീണുപോയി. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കണ്ണുകളിൽ ആ ഗേറ്റ് തുറക്കുന്ന കാഴ്ച മാത്രമായിരുന്നു. പിറ്റേന്ന് വളരെ വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. തല വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നടന്നത് ഒരു ദുസ്വപ്നമാണോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ ഷർട്ടിൻ്റെ പോക്കറ്റിലിരുന്ന ആ 60 രൂപ കണ്ടപ്പോൾ എൻ്റെ സംശയം മാറി. അത് സത്യമാണ്. ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി പുറത്തിറങ്ങി. വണ്ടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. വണ്ടി എടുത്തേ തീരൂ. ഞാൻ പതുക്കെ സ്റ്റാൻഡിലേക്ക് പോയി. പകൽ സമയമായതുകൊണ്ട് ആൾക്കാരുണ്ട്. അതെനിക്ക് ചെറിയൊരു ആശ്വാസം നൽകി. വേലായുധൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് എന്തോ പന്തികേട് തോന്നി. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി സുധി? നിൻ്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലേ? അദ്ദേഹം ചോദിച്ചു. ഞാൻ ചുറ്റും നോക്കി. മറ്റാരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. ചേട്ടാ, അവൾ ഇന്നലെയും വന്നു. ഞാൻ പതുക്കെ പറഞ്ഞു. വേലായുധൻ ചേട്ടൻ ഞെട്ടി എന്നെ നോക്കി. നീ എന്താ ഈ പറയുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ വണ്ടിക്ക് കാത്തു നിൽക്കരുതെന്ന്. എന്നിട്ട് നീ അവളെ കയറ്റിയോ? എനിക്ക് വണ്ടി എടുക്കാതിരിക്കാൻ പറ്റിയില്ല ചേട്ടാ. ഞാൻ അവളെ അവിടെ തന്നെ കൊണ്ടാക്കി. ചേട്ടൻ പറഞ്ഞത് സത്യമാണ്.
അവിടെ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ശബ്ദം വിറച്ചു. പക്ഷേ എന്ത്? അദ്ദേഹം ചോദിച്ചു. അവൾ ആ ഗേറ്റിൽ തൊട്ടപ്പോൾ അത് തുറന്നു. പൂട്ട് തുറക്കാതെ, ഗേറ്റ് അനങ്ങാതെ അവൾ ഉള്ളിലേക്ക് പോയി ചേട്ടാ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ കരയുന്നത് പോലെ പറഞ്ഞു. വേലായുധൻ ചേട്ടൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം എൻ്റെ തോളിൽ കൈവച്ചു. സുധി, നീ വല്ലാതെ ഭയന്നിരിക്കുന്നു. നിനക്ക് തോന്നിയതാകും. ഇരുട്ടല്ലേ, പ്രേതങ്ങളും പിശാചുകളും ഒന്നുമില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ തന്നെ അത് നിന്നെ ഉപദ്രവിച്ചില്ലല്ലോ. പൈസയും തന്നില്ലേ? നീ ഇനി ആ ഓട്ടത്തിന് പോകണ്ട. രാത്രി 10 കഴിഞ്ഞാൽ വണ്ടി എടുക്കരുത് കേട്ടോ. അദ്ദേഹം എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ തലയാട്ടി. പക്ഷെ എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരുന്നില്ല. എനിക്കെന്തെങ്കിലും തോന്നിയതാണോ? അല്ല, ഞാൻ വളരെ വ്യക്തമായി കണ്ടതാണ്. അവളൊരു നിഴൽ പോലെ ഗേറ്റിലൂടെ കടന്നു പോവുകയല്ല ചെയ്തത്. ഗേറ്റ് തുറന്നു തന്നെയാണ് അകത്തേക്ക് പോയത്. പക്ഷെ ഗേറ്റ് പൂട്ടിയിരിക്കുകയുമായിരുന്നു. ഇത് രണ്ടും എങ്ങനെ ഒരേ സമയം സംഭവിക്കും? മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് അവിടെ നടക്കുന്നുണ്ട്. അന്ന് പകൽ മുഴുവൻ ഞാൻ വണ്ടി ഓടിച്ചു. രാത്രി 8:30 ഞാൻ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. 10:30 പാസഞ്ചറിന് കാത്തു നിന്നില്ല. എനിക്ക് പേടിയായിരുന്നു. വീട്ടിലെത്തി വാതിലടച്ചു കിടന്നു. റേഡിയോ ഓൺ ചെയ്തു വെച്ചു. പാട്ട് കേട്ടാൽ പേടി കുറയുമെന്ന് തോന്നി. സമയം 11 കഴിഞ്ഞു. ഞാൻ പകുതി ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് ഒരു അനക്കം കേട്ടത്. കരിയിലകൾ ഞെരിയുന്ന ശബ്ദം. എൻ്റെ വീടിന് ചുറ്റും ചെറിയ പറമ്പാണ്. ആരെങ്കിലും നടന്നാൽ കേൾക്കാം. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു കിടന്നു. റേഡിയോയിലെ പാട്ട് അവസാനിച്ചിരിക്കുന്നു. ഒരു പരസ്യമാണ് കേൾക്കുന്നത്. മുറ്റത്തെ ശബ്ദം നിന്നു. എൻ്റെ ഭയം കുറച്ചു കുറഞ്ഞു. ചിലപ്പോൾ വല്ല തെരുവു നായ്ക്കളുമായിരിക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ കണ്ണടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് വാതിലിലൊരു മുട്ട് കേട്ടത്. വളരെ പതുക്കെ. എൻ്റെ ഹൃദയം തൊണ്ടയിൽ വന്നു നിന്നു. ഞാൻ അനങ്ങിയില്ല. വീണ്ടും വാതിലിൽ മുട്ടി. സുധി. വാതിലിന് പുറത്തു നിന്നും ഒരു വിളി കേട്ടു. ഒരു പെൺകുട്ടിയുടെ ശബ്ദം. വളരെ നേർത്ത ശബ്ദം. എൻ്റെ വണ്ടിയിൽ സ്ഥിരം കയറുന്ന അവളുടെ അതേ ശബ്ദം. എൻ്റെ ചോര മരവിച്ചുപോയി. അവൾ എൻ്റെ വീട്ടിൽ വന്നോ? എന്തിനു വന്നു? അവൾക്കെങ്ങനെ എൻ്റെ വീടറിയാം? ഞാൻ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി. എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. സുധി, എനിക്കൊരോട്ടം പോകണം, അവൾ പുറത്തുനിന്ന് പറഞ്ഞു. ഞാൻ ചെവി പൊത്തിപ്പിടിച്ചു. എനിക്ക് കേൾക്കണ്ട. ദൈവങ്ങളെ മനസ്സിൽ വിളിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശബ്ദമൊന്നും കേൾക്കാതായി. ഞാൻ പതിയെ പുതപ്പ് മാറ്റി നോക്കി. എങ്ങും കനത്ത നിശബ്ദത. ഞാൻ എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു. ജനൽപ്പാളി ചെറുതായി തുറന്ന് പുറത്തേക്ക് നോക്കി. മുറ്റത്തിരുട്ടാണ്. അവിടെ എങ്ങും ആരുമില്ല. എനിക്ക് തോന്നിയതാണോ? ഭയം എൻ്റെ മനസ്സിലുണ്ടാക്കിയ ശബ്ദമാണോ അത്? പിറ്റേന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഇതിനൊരു അവസാനം കാണണം. ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ കഴിയില്ല. ആ വീടിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം. ആരാണ് ആ പെൺകുട്ടിയെന്ന് കണ്ടുപിടിക്കണം. പകൽ സമയത്ത് ഞാൻ വീണ്ടും ആളൂർ റോഡിലേക്ക് പോയി. വണ്ടി കുറച്ചകലെ നിർത്തി. ഞാൻ നടന്ന് ആ വീടിനടുത്തേക്ക് ചെന്നു. അടുത്തുള്ള കടകളിൽ പോയി അന്വേഷിച്ച് നോക്കാൻ ഞാൻ തീരുമാനിച്ചു. ആൽമരത്തിൽ നിന്ന് കുറച്ചു മാറിയാണ് ചെറിയൊരു പെട്ടിക്കടയുള്ളത്. അവിടെ ഒരു പ്രായമുള്ള അപ്പൂപ്പനാണ് കച്ചവടം. ഞാൻ അവിടെ ചെന്ന് ഒരു സിഗരറ്റ് വാങ്ങി. അത് കത്തിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, അപ്പൂപ്പ, ആ വളവിലെ വലിയ വീട് ആരുടേതാണ്? അവിടെ ആരും താമസമില്ലേ? അപ്പൂപ്പൻ എന്നെ ഒന്ന് നോക്കി. അത് മേനോൻ്റെ വീടാണ്. പണ്ട് വലിയ പ്രതാപമുള്ള തറവാടായിരുന്നു. ഇപ്പോൾ പൂട്ടിക്കിടക്കുകയല്ലേ. അവർ മദ്രാസിലേക്ക് പോയി. എന്താ അവർ പോയത്? അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചോദിച്ചു. അപ്പൂപ്പനൊരു നെടുവീർപ്പിട്ടു. ഉണ്ടായിരുന്നു. അവർക്കൊരു മകളുണ്ടായിരുന്നു, രാധിക. നല്ല കുട്ടിയായിരുന്നു. എറണാകുളത്ത് എന്തോ ജോലിക്ക് പോവുകയായിരുന്നു അവൾ. എന്നും രാത്രി ആ 10:30 പാസഞ്ചറിനാണ് അവൾ വരിക. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് സ്ഥിരം വന്നിരുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് താഴെ വീണു. കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ടെന്താ സംഭവിച്ചത്? ഞാൻ വളരെ ബുദ്ധിമുട്ടി ചോദിച്ചു. അപ്പൂപ്പൻ ദൂരേക്ക് നോക്കി പറഞ്ഞു, ഒരു ദിവസം രാത്രി അവൾ വന്നില്ല.
പിറ്റേന്ന് രാവിലെ അവളെ ആളൂർ റോഡിലെ ഒരു പറമ്പിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. കൂടെയുണ്ടായിരുന്ന സഞ്ചിയിലുള്ള പൈസയും സ്വർണവുമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അവളെ കൊന്നതാണ്. ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ല. ചിലർ പറയുന്നു അതേതെങ്കിലും ഓട്ടോക്കാരനായിരിക്കുമെന്ന്. രാത്രി ഒറ്റയ്ക്ക് വരുന്ന പെൺകുട്ടിയല്ലേ. അവൾ സ്ഥിരം വരുന്ന വിവരമറിയാവുന്ന ആരോ ആണത് ചെയ്തത്. ആ സംഭവത്തിന് ശേഷം മേനോനും ഭാര്യയും നാടുവിട്ടു. ആ വീട് പൂട്ടി. പിന്നെ ആരും അങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെ തോന്നി. രാധിക. അപ്പോൾ എൻ്റെ വണ്ടിയിൽ വന്നിരുന്നത് രാധികയാണോ? അപ്പൂപ്പൻ പറഞ്ഞു നിർത്തിയ കാര്യം എൻ്റെ കാതിൽ മുഴങ്ങി. ഏതെങ്കിലും ഓട്ടോക്കാരനായിരിക്കും. ഞാൻ ആ പെട്ടിക്കടയിൽ നിന്ന് ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. എൻ്റെ വണ്ടിയിൽ വന്നിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഭയം കൊണ്ടായിരുന്നില്ല, വല്ലാത്തൊരു സങ്കടം കൊണ്ടായിരുന്നു. പാവം പെൺകുട്ടി. അവൾക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവളിപ്പോഴും ആ പാസഞ്ചറിന് വരുന്നത്, തൻ്റെ വീട്ടിലേക്ക് പോകാൻ. അവളെ കൊന്നത് ഒരു ഓട്ടോക്കാരനായിരിക്കാം. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. എന്നെ കണ്ടപ്പോൾ അവൾക്ക് എന്നെ വിശ്വസിക്കാമെന്ന് തോന്നിയിട്ടുണ്ടാകാം. എൻ്റെ വണ്ടിയിൽ കയറിയാൽ സുരക്ഷിതമായി വീട്ടിലെത്തുമെന്ന് അവൾ കരുതി കാണും. അതുകൊണ്ടാണ് അവളെന്നും എൻ്റെ വണ്ടിയിൽ വരുന്നത്. അവളെന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, അവളുടെ വീട്ടിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാൻ വന്നതാണ്. എൻ്റെ മനസ്സിലെ പേടി എങ്ങോട്ടോ പോയി മറഞ്ഞു. പകരം അവിടെ ഒരു വല്ലാത്ത സ്നേഹവും അനുകമ്പയും നിറഞ്ഞു. രാധിക. എനിക്ക് അവളെ വീണ്ടും കാണണമെന്ന് തോന്നി. അന്ന് രാത്രി ഞാൻ വണ്ടിയുമായി നേരത്തെ തന്നെ സ്റ്റാൻഡിൽ പോയി കിടന്നു. വേലായുധൻ ചേട്ടൻ എന്നെ കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടു. നീ വീണ്ടും വന്നോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വരരുതെന്ന്. ഇല്ല ചേട്ടാ, എനിക്കൊരു ഓട്ടം പോകാനുണ്ട്. അവൾ വരും. ഞാൻ അവളെ കൊണ്ടാക്കണം. ഞാൻ വളരെ ശാന്തമായി പറഞ്ഞു. വേലായുധൻ ചേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. എൻ്റെ മാറ്റം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ഒന്നും പറയാതെ സ്വന്തം വണ്ടിയിൽ കയറിയിരുന്നു. 10:30 ദൂരെ പാസഞ്ചറിൻ്റെ ചൂളം വിളി കേട്ടു. ട്രെയിൻ വന്നു നിന്നു. ഞാൻ സ്റ്റേഷൻ്റെ ഗേറ്റിലേക്ക് നോക്കി. കുറച്ച് യാത്രക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അതാ അവൾ വരുന്നു. ഇന്ന് ഇളം നീല ചുരിദാറാണ് വേഷം. ആദ്യമായി കണ്ട അതേ വേഷം. അവൾ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. പോവാം? അവൾ ചോദിച്ചു. പോവാം രാധികേ, ഞാൻ പറഞ്ഞു. അവൾ പെട്ടെന്നൊന്ന് നിന്നു. അവളുടെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടായി. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകളിൽ സങ്കടമുണ്ടെന്ന് എനിക്ക് തോന്നി. അവൾ പിൻസീറ്റിൽ കയറിയിരുന്നു. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. എൻ്റെ കൈകളിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. അവൾ എൻ്റെ സഹോദരിയെപ്പോലെ എനിക്ക് തോന്നി. എൻ്റെ കൂടെപ്പിറപ്പ്. വണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുറ്റം കടന്ന് പ്രധാന റോഡിലേക്ക് ഇറങ്ങി. രാത്രി 11 മണിയാകാറായിരുന്നു. റോഡിൽ നല്ല ഇരുട്ടാണ്. കടകളൊക്കെ നേരത്തെ അടച്ചിരുന്നു. ഇടയ്ക്കെപ്പോഴോ പോയ ബസ്സിൻ്റെ പുകയുടെ മണം അന്തരീക്ഷത്തിൽ ബാക്കിയുണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റുകൾ മിക്കതും കണ്ണടച്ച് കിടക്കുകയാണ്. എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രം മുന്നിലെ ടാർ റോഡിൽ വീണ് കിടക്കുന്നു. ഞാൻ വളരെ പതുക്കെയാണ് വണ്ടി ഓടിച്ചത്. വേഗത്തിൽ പോയി ഈ യാത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ റിയർ വ്യൂ മിററിലൂടെ അവളെ നോക്കി. അവൾ പതിവ് പോലെ തൻ്റെ കറുത്ത സഞ്ചി മടിയിൽ വെച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ആ ഇരുപ്പിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അവളുടെ തോളുകൾ ചെറുതായി വിറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ മുഖത്തെ നിർവികാരത മാറിയിരുന്നു. എന്തോ ഒരു ഭാരം ഇറക്കി വയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഞാനൊന്നും മിണ്ടിയില്ല. എന്തു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ റേഡിയോ ഓൺ ചെയ്തില്ല. വണ്ടിയുടെ എൻജിൻ ശബ്ദം മാത്രം ആ രാത്രിയെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ടു പോയി. റോഡിനിരുവശവുമുള്ള കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകളിൽ നിന്ന് ചിവീടുകളുടെ കരച്ചിൽ കേൾക്കാം. കാറ്റുവല്ലാതെ വീശുന്നുണ്ടായിരുന്നു. വണ്ടിക്കുള്ളിലേക്ക് തണുത്ത കാറ്റ് ഇരച്ചു കയറി. അവളുടെ ചുരിദാറിൻ്റെ ഷാൾ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. അവളത് ഒതുക്കി വയ്ക്കാൻ ശ്രമിച്ചു. വളരെ സാധാരണമായ ഒരു പ്രവൃത്തി. ഒരാത്മാവ് ഇങ്ങനെ ചെയ്യുമോ? എനിക്കറിയില്ല. എൻ്റെ മുന്നിലിരിക്കുന്നത് ജീവനുള്ള ഒരുവളല്ല എന്ന് വിശ്വസിക്കാൻ എൻ്റെ മനസ്സിപ്പോഴും പാടുപെടുകയായിരുന്നു. വണ്ടി ആളൂർ റോഡിലേക്ക് തിരിഞ്ഞു. അവിടെ ഇരുട്ട് കുറച്ചുകൂടി കൂടുതലാണ്. റോഡിൻ്റെ വശങ്ങളിൽ വലിയ കുഴികളുണ്ട്. വണ്ടി കുഴികളിൽ വീഴാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. കുഴികളിൽ വീഴുമ്പോൾ വണ്ടി കുലുങ്ങും. അപ്പോൾ അവളും ചെറുതായി ഇളകുന്നുണ്ട്.
ഞാൻ കണ്ണാടിയിലൂടെ അവളെ തന്നെ നോക്കിയിരുന്നു. അവൾ ഒരിക്കൽ പോലും എന്നെ നോക്കിയില്ല. അവളുടെ കണ്ണുകൾ പുറത്തെ ഇരുട്ടിലേക്കായിരുന്നു. എന്തിനാണ് അവൾ ഈ ഇരുട്ടിലേക്ക് നോക്കുന്നത്? അവൾ തൻ്റെ ഘാതകനെ ആ ഇരുട്ടിൽ തിരയുകയാണോ? അതോ സ്വന്തം വീടെത്താറായോ എന്നറിയാനുള്ള വെപ്രാളമാണോ? എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. തൊണ്ടയിലെന്തോ ഒരു തടസ്സം പോലെ. എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ വണ്ടിയുടെ ഗിയർ കുറച്ചു. രാധികേ, ഞാൻ വിളിച്ചു, വളരെ പതുക്കെ. കാറ്റിൻ്റെ ശബ്ദത്തിൽ എൻ്റെ വിളി അവൾ കേട്ടോ എന്നെനിക്ക് സംശയമായിരുന്നു. പക്ഷെ അവൾ കേട്ടു. അവൾ പുറത്തേക്ക് നോക്കുന്നത് നിർത്തി എന്നെ നോക്കി. കണ്ണാടിയിലൂടെ ഞാൻ ആ കണ്ണുകൾ കണ്ടു. ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് ഞാൻ വ്യക്തമായി കണ്ടു. ഒരു പ്രേതം കരയുമോ? അതും എനിക്കറിയില്ല. പക്ഷെ അവൾ കരയുകയായിരുന്നു. വർഷങ്ങളായി തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച സങ്കടം അവൾ പുറത്തേക്ക് വിടുകയായിരുന്നു. അവളൊന്നും മിണ്ടിയില്ല. ഒരു ശബ്ദവും പുറപ്പെടുവിച്ചില്ല. നിശബ്ദമായി അവൾ കരഞ്ഞു. ഞാൻ വേഗം റോഡിലേക്ക് നോക്കി. എനിക്ക് ആ കരച്ചിൽ കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉള്ളം വല്ലാതെ പിടയുകയായിരുന്നു. ഒരു പെൺകുട്ടി. എത്ര സ്വപ്നങ്ങളോടെയാകും അവളന്ന് ആ വണ്ടിയിൽ കയറിയത്. വീട്ടിലെത്തിയാൽ അമ്മ വിളമ്പി വെച്ച ചോറുണ്ണണം. അച്ഛനോട് അന്നത്തെ വിശേഷങ്ങൾ പറയണം. സ്വന്തം കിടക്കയിൽ പോയി സമാധാനമായി ഉറങ്ങണം. പക്ഷേ പാതി വഴിയിൽ ആ സ്വപ്നങ്ങളെല്ലാം ആരോ തല്ലിക്കെടുത്തി. അവളെ ഇല്ലാതാക്കി. എന്തിനു വേണ്ടി? കുറച്ച് പൈസയ്ക്കും സ്വർണത്തിനും വേണ്ടി. മനുഷ്യൻ്റെ ആർത്തിക്ക് ഇരയായ ഒരു പാവം ജീവൻ. എൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഒരു ഓട്ടോക്കാരനാണ് അവളോട് ഈ ക്രൂരത ചെയ്തത് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ആ പാപത്തിൻ്റെ ഒരു അംശം എൻ്റെ മേലുമുള്ളതുപോലെ. എൻ്റെ വണ്ടിയിൽ കയറുന്ന ഓരോ യാത്രക്കാരും എന്നെ വിശ്വസിച്ചാണ് കയറുന്നത്. ആ വിശ്വാസമാണ് അന്ന് തകർക്കപ്പെട്ടത്. ഞാൻ വണ്ടിയുടെ വേഗത അല്പം കൂട്ടി. അവളെ വേഗം അവളുടെ വീട്ടിലെത്തിക്കണം. അതാണ് അവൾക്ക് വേണ്ടത്. ഞാനത് ചെയ്തേ തീരൂ. ദൂരെ ആ വലിയ ആൽമരം കണ്ടു തുടങ്ങി. ഇരുട്ടിൽ അതൊരു വലിയ മല പോലെ നിന്നു. അതിൻ്റെ ചില്ലകൾ കാറ്റിൽ വല്ലാതെ ഉലയുന്നുണ്ടായിരുന്നു. ഇലകൾ ഉരയുന്ന ശബ്ദം ദൂരേക്ക് കേൾക്കാം. ഞാൻ വണ്ടി പതുക്കെ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് അടുപ്പിച്ചു. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. വണ്ടി ആ വളവിൽ നിർത്തി. ഞാൻ എഞ്ചിൻ ഓഫ് ചെയ്തു. പെട്ടെന്ന് വലിയൊരു നിശബ്ദത അവിടെ നിറഞ്ഞു. കാറ്റിൻ്റെ ശബ്ദം മാത്രമായി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ പഴയ ഇരുമ്പ് ഗേറ്റ് എനിക്ക് കാണാമായിരുന്നു. ആ വലിയ തുരുമ്പിച്ച താഴ് അതിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. വള്ളിപ്പടർപ്പുകൾ അതിനെ വരിഞ്ഞു മുറുകിയിട്ടുണ്ട്. ഞാൻ സീറ്റിൽ നിന്നിറങ്ങി വണ്ടിയുടെ പുറകിലേക്ക് ചെന്നു. അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. പതിവ് പോലെ അവൾ തൻ്റെ സഞ്ചി തുറന്ന് പേഴ്സ് എടുത്തു. 60 രൂപ എൻ്റെ നേരെ നീട്ടി. ഒരു 50ൻ്റെ നോട്ടും 10 രൂപയുടെ നാണയവും. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പൈസ വാങ്ങി. എൻ്റെ വിരലുകൾ അവളുടെ വിരലുകളിൽ തൊട്ടു. ഇന്ന് ആ വിരലുകൾക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു. ഐസ് പോലത്തെ തണുപ്പ്. എൻ്റെ വിരലുകളിലൂടെ ആ തണുപ്പ് എൻ്റെ ശരീരമാകെ പടരുന്നതുപോലെ തോന്നി. ഞാൻ പൈസ പോക്കറ്റിലിട്ടു. അവൾ തിരിഞ്ഞ് ഗേറ്റിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി. രാധികേ, ഞാൻ വിളിച്ചു. എൻ്റെ ശബ്ദം ആ നിശബ്ദതയിൽ ഉച്ചത്തിൽ മുഴങ്ങി. അവൾ നിന്നു. പതുക്കെ എൻ്റെ നേരെ തിരിഞ്ഞു. ഇനി നീ ഇങ്ങോട്ട് വരരുത്, ഞാൻ പതുക്കെ പറഞ്ഞു. എൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നിന്റെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് കുട്ടി. ഇവിടെ ആരുമില്ല. നിന്റെ അച്ഛനും അമ്മയും പോയി. വർഷങ്ങൾക്ക് മുമ്പേ അവർ ഈ നാട് വിട്ടു. ഈ വീട് ഇനി തുറക്കില്ല. ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ പറയുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്കറിയില്ലായിരുന്നു. അവൾ എന്നെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നീ ഒരുപാട് നാളായി ഈ യാത്ര തുടരുന്നു. നിനക്ക് വീട്ടിലെത്താൻ പറ്റിയില്ല എന്ന സങ്കടം കൊണ്ടാണ് നീ എന്നും വരുന്നത്. പക്ഷേ നിന്റെ യാത്ര ഇന്ന് കഴിഞ്ഞു. ഇനി നീ വരരുത്. നിനക്ക് പോകാനുള്ള ഇടത്തേക്ക് നീ സമാധാനത്തോടെ പോവുക. ഇവിടെ ഈ വീട്ടിൽ നിന്നെ കാത്ത് ആരുമില്ല. ഞാൻ പറഞ്ഞു നിർത്തി. എൻ്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ ആ അടഞ്ഞു കിടക്കുന്ന വലിയ ഗേറ്റിലേക്ക് നോക്കി. ആ തുരുമ്പിച്ച താഴിലേക്ക് നോക്കി.
കാട് പിടിച്ചു കിടക്കുന്ന ആ വീടിൻ്റെ മുറ്റത്തേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. കുറച്ചു നേരം അവൾ അങ്ങനെ നിന്നു, വലിയൊരു സത്യം തിരിച്ചറിയുന്നതുപോലെ. വർഷങ്ങളായി താൻ വിശ്വസിച്ചിരുന്ന ഒന്ന് ഇല്ലാതായി എന്നറിയുമ്പോഴുള്ള സങ്കടം ആ നിൽപ്പിലുണ്ടായിരുന്നു. പിന്നെ അവൾ പതിയെ തിരിഞ്ഞു, എന്നെ നോക്കി. അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിയുന്നത് ഞാൻ കണ്ടു. വളരെ നേർത്ത ഒരു പുഞ്ചിരി, ഒരു വലിയ ഭാരത്തിൽ നിന്ന് സ്വതന്ത്രയായതുപോലെയുള്ള ഒരു ചിരി. ഒരു നന്ദി പറയുന്നത് പോലെ അവൾ എന്നെ നോക്കിയൊന്ന് പതുക്കെ തലയാട്ടി. പെട്ടെന്ന് കാറ്റുമല്ലാതെ വീശി. ആൽമരത്തിൽ നിന്ന് വലിയ ശബ്ദത്തോടെ ഉണങ്ങിയ ഇലകൾ പറന്നു വീണു. ചുറ്റും വലിയൊരു പൊടിക്കാറ്റടിക്കുന്നത് പോലെ. എൻ്റെ കണ്ണിലേക്ക് പൊടി കയറി. ഞാൻ പെട്ടെന്ന് 2 കൈയും വെച്ച് കണ്ണ് തിരുമ്മി. കാറ്റ് പെട്ടെന്ന് നിന്നു. എല്ലാം വീണ്ടും ശാന്തമായി. ഞാൻ കണ്ണു തുറന്നു നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. ഗേറ്റിനു മുന്നിൽ ശൂന്യത മാത്രം. അവൾ പോയി. ഒരു കാറ്റുപോലെ അവൾ വന്നു. ഒരു കാറ്റുപോലെ അവൾ തിരികെ പോയി. ആ ഇരുട്ടിലേക്ക് അവൾ അലിഞ്ഞു ചേർന്നു. എൻ്റെ വണ്ടിയുടെ വെളിച്ചം ആ അടഞ്ഞ ഗേറ്റിൽ മാത്രം വീണ് കിടന്നു. ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ തറഞ്ഞു നിന്നു. എൻ്റെ മനസ്സിൽ യാതൊരു ഭയവുമില്ലായിരുന്നു. വലിയൊരു ആശ്വാസമാണ് എനിക്ക് തോന്നിയത്. ഒരു വലിയ കടമ ചെയ്തു തീർത്തതിൻ്റെ ആശ്വാസം. ഞാൻ പോക്കറ്റിൽ കൈയിട്ടു. അവൾ തന്ന 60 രൂപ അവിടെയുണ്ടായിരുന്നു. ഞാൻ ആ പൈസ പുറത്തെടുത്തു. വണ്ടിയുടെ വെളിച്ചത്തിൽ അതിലേക്ക് നോക്കി. എൻ്റെ കയ്യിലിരുന്നത് പൈസയായിരുന്നില്ല, കുറച്ച് ഉണങ്ങിയ കരിയിലകൾ. 3 ചെറിയ കരിയിലകൾ. ഞാൻ പുഞ്ചിരിച്ചു. ആ കരിയിലകൾ ഞാൻ റോഡിലേക്ക് തന്നെ ഇട്ടു. അത് കാറ്റിൽ എങ്ങോട്ടോ പറന്നുപോയി. ഞാൻ വണ്ടിയിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു തവണ കൂടി ഞാൻ ആ ഗേറ്റിലേക്ക് നോക്കി. ഇല്ല, അവിടെ ഇനി അവൾ വരില്ല. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ എൻ്റെ മനസ്സ് വല്ലാതെ ഭാരം കുറഞ്ഞതുപോലെ തോന്നി. രാത്രിയുടെ ഇരുളിനിപ്പോൾ എന്നെ ഭയപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. വീട്ടിലെത്തി ഞാൻ സമാധാനമായി ഉറങ്ങി. കഴിഞ്ഞ ഒരാഴ്ചയായി എനിക്ക് നഷ്ടപ്പെട്ട ഉറക്കം. സ്വപ്നങ്ങളില്ലാതെ, പേടിയില്ലാതെ ഞാൻ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ പതിവ് പോലെ ഉണർന്നു. തലേ ദിവസത്തെ സംഭവങ്ങൾ ഒരു സിനിമാ കഥ പോലെ തോന്നി. പക്ഷെ അത് സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ കുളിച്ച് റെഡിയായി വണ്ടിയെടുത്തു. പക്ഷേ ഞാൻ നേരെ പോയത് സ്റ്റാൻഡിലേക്കല്ല, ആളൂർ റോഡിലേക്കാണ്. പകൽ വെളിച്ചത്തിൽ ആ സ്ഥലം എനിക്ക് കാണണമായിരുന്നു. വണ്ടി ആ വീടിന് മുന്നിലല്ല ഞാൻ നിർത്തിയത്. അതിന് കുറച്ചപ്പുറത്തായി അപ്പൂപ്പൻ പറഞ്ഞ ആ ഒഴിഞ്ഞ പറമ്പുണ്ട്. കാട് പിടിച്ചു കിടക്കുന്ന ഒരു പറമ്പ്. അവിടെ വെച്ചാണ് അവൾ കൊല്ലപ്പെട്ടത്. ഞാൻ വണ്ടി നിർത്തി ആ പറമ്പിന് മുന്നിൽ കുറച്ചു നേരം നിന്നു. ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം. ഞാൻ വണ്ടിയിൽ നിന്ന് ഒരു ചെറിയ മെഴുകുതിരി എടുത്തു. എപ്പോഴോ കറണ്ട് പോയപ്പോൾ വാങ്ങി വെച്ചതാണ്. അത് കത്തിച്ച് ആ പറമ്പിൻ്റെ മൂലയിലുള്ള ഒരു ചെറിയ കല്ലിൽ വെച്ചു. എന്തിനാണെന്ന് എനിക്കറിയില്ല. അവൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അതായിരുന്നു. അവളുടെ ആത്മാവിനെ ശാന്തി കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു. മാപ്പാക്കണം കുട്ടി, ഞാൻ പതുക്കെ പറഞ്ഞു. ആരോ ചെയ്ത തെറ്റിന് എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീ ഇനി സമാധാനമായി ഉറങ്ങുക. മെഴുകുതിരി കാറ്റിൽ കെടാതെ ഞാൻ കൈവച്ച് മറച്ചു പിടിച്ചു. അത് പകുതിയോളം കത്തിയിരിക്കുന്നതുവരെ ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ ഞാൻ വണ്ടിയെടുത്തു. നേരെ കല്ലേറ്റുംകര സ്റ്റാൻഡിലേക്ക് പോയി. പകൽ സമയമായതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. വേലായുധൻ ചേട്ടൻ അവിടെ ഒരു മരത്തണലിൽ വണ്ടി നിർത്തി വിശ്രമിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്താ സുധി, ഇന്നലെ രാത്രി നീ പോയോ? വല്ലതും സംഭവിച്ചോ? ഞാൻ നിന്നെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ, അദ്ദേഹം ചോദിച്ചു. ഇല്ല ചേട്ടാ, ഞാൻ പോയി. അവളെ കൊണ്ടാക്കി. ഇനി അവൾ വരില്ല. വേലായുധൻ ചേട്ടനൊന്നും മനസ്സിലായില്ല. അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് വല്ലാത്തൊരു നോട്ടം നോക്കി. നീ എന്താ ഈ പറയുന്നത്? അവൾ വരില്ലെന്നോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തല്ല ചേട്ടാ, എല്ലാം അവസാനിച്ചു. അവൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അവൾ പോയി. ഇനി നമ്മൾ പേടിക്കേണ്ട. ഞാൻ വളരെ ശാന്തമായി പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. വേലായുധൻ ചേട്ടൻ പിന്നെ എന്നോട് ഒന്നും ചോദിച്ചതുമില്ല. അന്ന് പകൽ മുഴുവൻ ഞാൻ സാധാരണ പോലെ ഓട്ടം പോയി. എൻ്റെ വണ്ടിയിൽ ഒരുപാട് പേർ കയറിയിറങ്ങി. പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവൻ അവളായിരുന്നു. രാത്രിയായി. 8:30 കഴിഞ്ഞപ്പോൾ പല വണ്ടികളും പോയി. 9:30 ആയപ്പോൾ വേലായുധൻ ചേട്ടനും വണ്ടി എടുത്തുപോയി.
ഞാൻ മാത്രം സ്റ്റാൻഡിൽ ബാക്കിയായി. 10:30 വരെ ഞാൻ അവിടെ കിടന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നില്ല, പകരം ഒരു കാത്തിരിപ്പായിരുന്നു. എൻ്റെ വാക്കുകൾ അവൾ കേട്ടോ എന്നറിയാനുള്ള കാത്തിരിപ്പ്. 10:30 ദൂരെ പാസഞ്ചറിൻ്റെ ചൂളം വിളി കേട്ടു. ട്രെയിൻ വന്നു നിന്നു. ആളുകൾ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു വരുന്നുണ്ട്. എൻ്റെ കണ്ണുകൾ ആ ആൾക്കൂട്ടത്തിൽ അവളെ തിരഞ്ഞു. ആ ഇളം നീല ചുരിദാറുകാരിയെ, തോളിൽ കറുത്ത സഞ്ചിയുള്ളവളെ. യാത്രക്കാരെല്ലാം അവരവരുടെ വഴിക്ക് പോയി. പ്ലാറ്റ്ഫോം ശൂന്യമായി. ഇല്ല, അവൾ വന്നില്ല. എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് അവൾ നടന്നു വന്നില്ല. എനിക്കറിയാമായിരുന്നു അവൾ ഇനി വരില്ല എന്ന്. അവളുടെ യാത്ര അവസാനിച്ചു. അവൾക്ക് സത്യം മനസ്സിലായി. ആ ഇരുമ്പ് ഗേറ്റ് ഇനി തുറക്കില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എനിക്ക് സങ്കടം തോന്നിയില്ല. അവൾക്ക് മോക്ഷം കിട്ടിയല്ലോ എന്നോർത്ത് എനിക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. റേഡിയോ ഓൺ ചെയ്തു. പഴയൊരു പാട്ട് അതിൽ പാടുന്നുണ്ടായിരുന്നു. ഞാൻ വണ്ടി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഞാനിപ്പോഴും ഓട്ടോ ഓടിക്കുന്നുണ്ട്. എൻ്റെ ആ പഴയ ബജാജ് വണ്ടി ഞാൻ വിറ്റു. ഇപ്പോൾ ഒരു പുതിയ TVS ഓട്ടോയാണ്. കല്ലേറ്റുങ്കര സ്റ്റേഷനിൽ ഇപ്പോഴും ഞാൻ രാത്രി കിടക്കാറുണ്ട്. 10:30 പാസഞ്ചർ ഇപ്പോഴും കൃത്യസമയത്ത് വരാറുണ്ട്. പക്ഷേ ആ പെൺകുട്ടി പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. ആളൂർ റോഡിലെ ആ വീട് പിന്നീട് ആരോ വാങ്ങി. അവർ ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞു. അവിടെ പുതിയൊരു വലിയ വീട് വെച്ചു. ആ വലിയ ഇരുമ്പ് ഗേറ്റ് അവർ മാറ്റി. പകരം പുതിയ മോഡൽ ഗേറ്റ് വെച്ചു. പക്ഷേ ആ പഴയ ആൽമരം ഇപ്പോഴും അവിടെയുണ്ട്. രാത്രി ആ വഴി പോകുമ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ വേഗത കുറയ്ക്കും. ആ ഗേറ്റിന് മുന്നിലൂടെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മുഖം വരും. അവളുടെ ആ തണുത്ത വിരലുകളുടെ സ്പർശം ഞാൻ ഓർക്കും. അവൾ എന്നെ ഉപദ്രവിക്കാൻ വന്ന ഒരു പ്രേതമായിരുന്നില്ല. തൻ്റെ വീട്ടിലെത്താൻ കഴിയാതെ പോയ ഒരു പാവം യാത്രികയായിരുന്നു. ഞാൻ അവളെ സഹായിച്ചു. അവളുടെ യാത്ര ഞാൻ അവസാനിപ്പിച്ചു. അതിലെനിക്ക് ഇന്നും ഒരുപാട് അഭിമാനമുണ്ട്. ചിലപ്പോഴൊക്കെ വേലായുധൻ ചേട്ടൻ എന്നോട് ചോദിക്കും, എന്താ സുധി, പണ്ട് നീ പറഞ്ഞ ആ പെൺകുട്ടി പിന്നെ വന്നില്ലേ എന്ന്. ഞാൻ വെറുതെ ഒന്ന് ചിരിക്കും. എനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണത്. പ്രേതങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയും. ഞാൻ കണ്ടിട്ടില്ല എന്ന് നുണ പറയും. പക്ഷേ സങ്കടങ്ങൾ ബാക്കി വെച്ചു പോയ മനുഷ്യരുടെ ഓർമ്മകൾ ചിലപ്പോൾ അദൃശ്യമായ രൂപത്തിൽ നമ്മുടെ ഇടയിലുണ്ടാകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ നമ്മെ ഉപദ്രവിക്കാനല്ല വരുന്നത്. അവരുടെ സങ്കടങ്ങൾ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയാകും. അവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാകും. ഞാൻ അവളെ മനസ്സിലാക്കി. അവളുടെ പേര് വിളിച്ചു. അത്രയേ അവൾക്ക് വേണ്ടിയിരുന്നുള്ളൂ. രാത്രിയുടെ നിശബ്ദതയിൽ എൻ്റെ ഓട്ടോയുടെ മീറ്റർ താഴേക്കിടുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കും. എൻ്റെ വണ്ടിയിലെ പിൻസീറ്റിലിരുന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്ന ആ സ്ഥിരം യാത്രികയെ, രാധികയെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ആ ഓർമ്മയെ. എൻ്റെ പേര് സുധി. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഇതാണ് എൻ്റെ കഥ.